നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും K സുധാകരനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒരു വലിയ പരിധിവരെ ദീപദാസ് മുൻഷിയുടെ സംഭാവനയാണെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ കാര്യമായി മനസ്സിലാക്കാതെ ദീപദാസ് മുൻഷി ഹൈക്കമാൻഡിന് കൊടുത്ത റിപ്പോർട്ടാണ് ഇപ്പോഴുള്ള എല്ലാ കുഴപ്പത്തിനും കാരണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. K സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന റിപ്പോർട്ടാണ് ദീപദാസ് മുൻഷി ഹൈക്കമാൻഡിന് നൽകിയത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും K സുധാകരൻ്റെ സ്വാധീനവും ഒന്നും മനസ്സിലാക്കാതെ യാന്ത്രികമായി എടുത്ത തീരുമാനമാണതെന്നും ഇതിന് പിന്നിൽ വേറെ ചില കോൺഗ്രസ് നേതാക്കൾ എന്നുവെച്ചാൽ സുധാകര വിരുദ്ധരായ ഒന്നോ രണ്ടോ കോൺഗ്രസ് നേതാക്കളാണെന്നും അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ദീപദാസ് മുൻഷി ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ഹൈക്കമാൻഡിന് നൽകിയതെന്നുമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്നുവെച്ചാൽ മുൻ KPCC അധ്യക്ഷന്മാർ അടക്കമുള്ളവർ ഇപ്പോൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. ഇതോടെ ദീപദാസ് മുൻഷിയെ കേരളത്തിൻ്റെ ചുമതലയിൽ നിന്നും മാറ്റുമെന്ന സൂചന ശക്തമായിരിക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ ഏറ്റവും അടുത്തയാളാണത്രേ ഈ ദീപദാസ് മുൻഷി. ബംഗാളിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ് പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ ഭാര്യയായ ദീപദാസ് മുൻഷി മികവുറ്റ സംഘാടകയും മികച്ച AICC പ്രവർത്തന പരിചയവുമുള്ള ഒരു നേതാവാണ്. എന്നാൽ കേരളത്തിലെത്തിയപ്പോൾ അവർക്ക് ആദ്യമൊക്കെ മികച്ച രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയെങ്കിലും പിന്നീട് കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് കുറച്ച് ചിന്താക്കുഴപ്പമുണ്ടായി. K സുധാകരനെ മാറ്റണമെന്ന റിപ്പോർട്ട് അവർ ഹൈക്കമാൻഡിന് നൽകിയത് തന്നെ ഭീമാബദ്ധമായി പോയെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പലരും പറയുന്നത്. കാരണം സുധാകരന് പകരം വയ്ക്കാൻ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു നേതാവിനെ കണ്ടുപിടിക്കാതെ സുധാകരനെ മാറ്റണമെന്ന് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൊടുത്തത് വലിയ അബദ്ധമായെന്നും അതാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് കിടന്ന് ഇങ്ങനെ ഈ ചക്രശ്വാസം വലിക്കാൻ കാരണമെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ, പഴയ KPCC അധ്യക്ഷന്മാരടക്കമുള്ള സീനിയർ നേതാക്കൾ ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ആരോടും ചർച്ച ചെയ്യാതെ ഒന്നോ രണ്ടോ പേർ പറയുന്നത് കേട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയ ദീപദാസ് മുൻഷിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നും ഈ പ്രശ്നങ്ങൾ നീണ്ടുപോയാൽ, ഈ ആശയക്കുഴപ്പവും വാഗ്വാദവും പ്രശ്നങ്ങളും നീണ്ടുപോയാൽ കോൺഗ്രസിന് രാഷ്ട്രീയമായി തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും അത് CPM-ഉം BJP-യും മുതലെടുക്കുമെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പലരും ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ദീപദാസ് മുൻഷിയുടെ ഈ പ്രവൃത്തി കേരളത്തിലെ കോൺഗ്രസിനെ നന്നായി ഒന്ന് ഉലച്ചിട്ടുണ്ട്. 2026 കേരളത്തിൽ കോൺഗ്രസിനും UDF-നും ഭരണം നേടിക്കൊടുക്കുക എന്ന പ്രതിജ്ഞയുമായാണ് ദീപദാസ് മുൻഷി കേരളത്തിലെത്തിയത്. അവർ കേരളത്തിൽ സ്ഥിരമായി തങ്ങുകയും തിരുവനന്തപുരത്ത് ഒരു വീടെടുക്കുകയും ചെയ്തു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചതിന് ശേഷമേ താൻ കേരളം വിടൂ എന്നാണ് ദീപദാസ് മുൻഷി പറഞ്ഞത്. എന്നാൽ കാര്യങ്ങളൊന്നും അറിയാതെ, ഗ്രൗണ്ട് റിയാലിറ്റി, രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ ദീപദാസ് മുൻഷി കൈക്കൊണ്ട നിലപാട് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ നന്നായി ഉലച്ചിരിക്കുകയാണ്. K സുധാകരനെ അങ്ങനെ വെറുതെയൊന്നും ഇറക്കിവിടാൻ പറ്റില്ല എന്ന് കേരളത്തിലെ ഏത് കോൺഗ്രസ്സുകാരനും അറിയാം. AICC-യുടെ നിരീക്ഷകയായ അല്ലെങ്കിൽ AICC കേരളത്തിലെ ചുമതല നൽകി ഇവിടെ പ്രതിഷ്ഠിച്ച ദീപദാസ് മുൻഷിക്ക് മാത്രം അത് മനസ്സിലായിട്ടില്ല എന്നോർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് ഇക്കാര്യത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിച്ചത്. ഏതായാലും ദീപദാസ് മുൻഷിയെ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഹൈക്കമാൻഡ് ഒരുങ്ങുകയാണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ദീപദാസ് മുൻഷിക്ക് പോലും കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും ഇവിടുത്തെ സോഷ്യൽ ബാലൻസും എല്ലാം അറിയാവുന്ന പുതിയൊരു AICC ജനറൽ സെക്രട്ടറി വരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. KC വേണുഗോപാലിനെ നോമിനിയായിട്ടാണ് ദീപദാസ് മുൻഷി കേരളത്തിലെത്തിയതെങ്കിലും ഇപ്പോൾ KC വേണുഗോപാലിന് പോലും രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഏതായാലും K സുധാകരനെ മാറ്റാൻ വേണ്ടി, K സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന റിപ്പോർട്ട് ദീപദാസ് മുൻഷി കോൺഗ്രസ് ഹൈക്കമാൻഡിന് നൽകിയത് കേരളത്തിലെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പലരും പറയുന്നത്. അതുകൊണ്ട് ഇനി ദീപദാസ് മുൻഷിയെ കേരളത്തിൽ നിർത്തുന്നത് വലിയ അബദ്ധങ്ങളിലേക്ക് വഴിതെളിക്കുമെന്നും അവർ ഹൈക്കമാൻഡിന് മുന്നറിയിപ്പ് നൽകുന്നു.